ഈ പുത്തൻ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ നിർണായകമായ ഒരൊറ്റ വാക്യമാണ്. അതിലദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ വിദ്യാഭ്യാസ നയത്തിൻ്റെ മാത്രമല്ല, സാംസ്കാരിക കാഴ്ചപ്പാട്, ഇന്ത്യൻ ജനതയ്ക്ക് മേൽ കെട്ടിവെക്കപ്പെടുന്ന ജനവിരുദ്ധമായ സാംസ്കാരിക കാഴ്ചപ്പാടിൻ്റെ ആകത്തുക അദ്ദേഹം ഈ വിദ്യാഭ്യാസ രേഖ അവതരിപ്പിച്ച ആ ഒരൊറ്റ വാചകത്തിൽ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് വേരുകൾ മുതൽ വിശ്വത്തിനോളം. അടിവരയിടേണ്ട പ്രയോഗമാണ്. വളരെ വിശദീകരണങ്ങളും വിശകലനങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. അടുത്തത് അദ്ദേഹം പറഞ്ഞത് മനു മുതൽ മാനവികത വരെ. തുടർന്ന് അദ്ദേഹം പറഞ്ഞത് അതീതം മുതൽ ആധുനികത വരെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഈ വിദ്യാഭ്യാസ കാഴ്ചപ്പാട് എന്നാണ്. ഇതിൽ 3 മൗലിക കാര്യങ്ങൾ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, വേരുകൾ മുതൽ വിശ്വത്തോളം. വേരുകൾ മുതൽ വിശ്വത്തോളം എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ നാം പരിഗണിക്കാറുള്ളത് നമ്മുടെ ചരിത്രം. വിശ്വം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ദേശീയതക്കൊക്കെ അപ്പുറത്ത് സാർവദേശീയമായ, പ്രാപഞ്ചികമായ, അതിവിസ്തൃതവും വിപുലവുമായ നമ്മുടെ അസ്തിത്വം, നമ്മുടെ ജീവിതം, ഭാഷക്കപ്പുറം, മതത്തിനും ജാതി സങ്കുചത്തിനും അപ്പുറം ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരെയും ഒന്നിച്ചു കാണുന്ന സാഹോദര്യത്തിൻ്റെ പരമമായ ആവിഷ്കാരം എന്ന അർത്ഥത്തിലാണ് വിശ്വം എന്ന വാക്ക്, ലോകം എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസ രേഖയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പരാമർശിക്കാൻ ശ്രമിക്കുന്നത് അതുതന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഉള്ളടക്കമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്കണ്ഠയാണ് പങ്കുവെക്കപ്പെട്ടത്. അതിൽ വേരുകൾ മുതൽ വിശ്വത്തോളം എന്ന് പറയുന്ന ആ പ്രയോഗം. ഇനി രണ്ടാമത്തെ പ്രയോഗം മനു മുതൽ മാനവികത വരെ. മനുവിനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. കൂടുതൽ പരാമർശം ഒന്നുമില്ലാതെ തന്നെ എല്ലാ ഇന്ത്യക്കാർക്കും എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. നമ്മുടെ നവോത്ഥാന കാലത്ത് മനുവിനെക്കുറിച്ച് നിരവധി പരാമർശങ്ങൾ നിരവധി സന്ദർഭങ്ങളിലായി പല നവോത്ഥാന പ്രതിഭകളും നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എത്ര ആവർത്തിച്ചാലും അധികമാവില്ല. മുമ്പ് പ്രഭാഷണത്തിലും പ്രബന്ധങ്ങളിലുമെല്ലാം പറഞ്ഞു പോരുന്നൊരു കാര്യമാണ്. ആ പ്രയോഗത്തിന് സഹോദരൻ അയ്യപ്പനോടാണ് കടപ്പാട്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മനുവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ഹിറ്റ്ലർ എത്രയോ പാവമാണ് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. 1000 ഹിറ്റ്ലറും 10,000 മുസോളിനിയും നിന്നാലും മനുവിൻ്റെ ഭീകരതയെ കവർ ചെയ്യാൻ പറ്റില്ല, അതിനെ മറച്ചു വെക്കാൻ പറ്റില്ല. ആ അർത്ഥത്തിൽ അത് നമ്മുടെ പുനർനിർമ്മിക്കപ്പെടുന്ന സംസ്കാരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് വിശകലനം ചെയ്യേണ്ട കാര്യമാണ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് അതീതം മുതൽ ആധുനികത വരെ. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ആധുനികത നമുക്ക് വളരെ അടുപ്പമുള്ളൊരു പ്രയോഗമാണ്. അതുപോലെ തന്നെ മാനവികത വളരെ അടുപ്പമുള്ളൊരു പ്രയോഗമാണ്. വിശ്വം നമുക്ക് വളരെ അടുപ്പമുള്ള പ്രയോഗമാണ്. അങ്ങനെ ആധുനിക കാലം ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ മൂല്യബോധത്തിൻ്റെ സംഗ്രഹം എന്ന അർത്ഥത്തിൽ വിശ്വത്തെയും മാനവികതയെയും ആധുനികതയെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഫാസിസം അതിൻ്റെ ചതിക്കുഴികൾ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പഴയ ജാതി മേൽക്കോയ്മയുടെ പരുക്കൻ ഭാഷയിലല്ല, മറിച്ച് ആധുനിക ജാതി മേൽക്കോയ്മ വികസിപ്പിച്ചെടുത്ത ഒരു പരിഷ്കൃത ഭാഷയുണ്ട്, ഒരു മിനുസമുള്ള ഭാഷയുണ്ട്. ആ മിനുസമുള്ള ഭാഷയിലാണ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ രേഖയുടെ ആമുഖമൊക്കെ എഴുതിയിരിക്കുന്നത്. അത് വളരെ മനോഹരമാണ്. അതുകൊണ്ട് പഴയ ജാതി മേൽക്കോയ്മയുടെ ഒരു യാന്ത്രികമായ തുടർച്ചയായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റില്ല. മറിച്ച് നമ്മളിതിനെ കാണേണ്ടത് പുതിയ ജാതി മേൽക്കോയ്മ ഏതു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള ആലോചനയിൽ 2014 ശേഷം മാത്രമല്ല, അതിനൊക്കെ എത്രയോ മുമ്പ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ മാത്രമല്ല, അതിനും പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ നാം കാണുന്നത് നമ്മുടെ സംസ്കാരത്തെ നിർണ്ണയിക്കുന്നതിൽ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് മറ്റ് നിരവധി സാംസ്കാരിക ധാരകളെ പുറന്തള്ളി പാർശ്വവൽക്കരിച്ചുകൊണ്ട് പ്രധാന റോൾ വഹിച്ചു പോന്നിട്ടുള്ളത് ജാതി മേൽക്കോയ്മ വ്യവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്ന് പറയുന്നത്, ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീകരത എന്ന് പറയുന്നത് സത്യത്തിൽ ജാതി മേൽക്കോയ്മയാണ്.
ആ ജാതി മേൽക്കോയ്മ പുതുതായി സൃഷ്ടിച്ചൊരു ഭാഷയുണ്ട്. ആ ഭാഷയാണ് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ ആ നയത്തിൻ്റെ അവതരണം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ചെറുതെന്ന് തോന്നുന്ന ഈ വലിയ പ്രസ്താവനയുടെ ഉള്ളടക്കം. അതിൽ പറഞ്ഞ വേരുകൾ എന്താണ് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ചരിത്രം എന്ന പരിമിതമായ അർത്ഥത്തിലെടുത്താൽ പോരാ. കൃത്യം 1939 വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്ന പുസ്തകത്തിൽ ഗോൾവൽക്കർ പറയുന്നുണ്ട്, വേരുകളിൽ വരെ വ്യത്യസ്തരായ സാമൂഹ്യ വിഭാഗങ്ങൾക്ക് സാംസ്കാരികമായി ഒത്തുചേരാനാവില്ല എന്ന് അദ്ദേഹം കൃത്യം പറയുന്നുണ്ട്. വേരുകളിൽ തന്നെ വ്യത്യസ്തരായ സാമൂഹ്യ വിഭാഗം. ഈ വാചകം പറഞ്ഞിട്ട് അദ്ദേഹം ജർമ്മനിയിലെ ഹിറ്റ്ലറെയാണ് അഭിവാദ്യം ചെയ്യുന്നത്. ഹിറ്റ്ലർ ജൂതന്മാർ ജർമ്മൻ സംസ്കാരവുമായി വേരുകളിൽ തന്നെ അകന്നു നിൽക്കുന്നവരായതുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് സംസ്കാരത്തിൻ്റെ വിശുദ്ധി സംരക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് ഇന്ത്യക്ക് പാഠം പഠിക്കാനുണ്ട് എന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. അതുകൊണ്ട് വേരുകളിൽ തന്നെ വ്യത്യസ്ത സംസ്കാരമുള്ളവർക്ക് ഒരു രാജ്യമായി ഒന്നിച്ച് ജീവിക്കാനാവില്ല എന്നും അതുകൊണ്ട് അവർ രണ്ട് രാജ്യമാണ് എന്നും നമ്മൾ പിൽക്കാലത്ത് വളരെ കുപ്രസിദ്ധമായി തീർന്ന ദ്വിരാഷ്ട്രവാദം, ആ ദ്വിരാഷ്ട്രവാദത്തിൻ്റെ മൗലിക സ്രോതസ്സ്, പ്രാഥമിക ഇന്ത്യൻ സ്രോതസ്സ് ജാതി വ്യവസ്ഥയാണ്. പക്ഷേ നമ്മുടെ സാംസ്കാരിക സംവാദങ്ങളിൽ, രാഷ്ട്രീയ വിശകലനങ്ങളിൽ ദ്വിരാഷ്ട്രവാദത്തെക്കുറിച്ചുള്ള സംവാദം നടക്കുമ്പോൾ ജാതി മേൽക്കോയ്മ എപ്രകാരമാണ് ഇന്ത്യൻ ജനതയെ സാംസ്കാരികമായി വിഭജിച്ചതെന്ന്, രണ്ട് രാഷ്ട്രങ്ങളാക്കി തീർത്തത് എന്ന്, ആര്യസ്ഥാൻ എന്നും മ്ലേച്ഛസ്ഥാൻ എന്നും ഒരു രാജ്യത്തെ നെറുകെ പിളർന്നത് എന്ന് നമ്മുടെ സംവാദങ്ങളിൽ പൊതുവേ കടന്നു വരാറില്ല, വേണ്ടത്ര ആവർത്തിക്കപ്പെടാറില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ വർത്തമാനകാല സംസ്കാര രൂപീകരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത് ആ വേരുകൾ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് വിഭജനത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒരു കാഴ്ചപ്പാട് അടിയിൽ നിന്ന് കെട്ടിപ്പൊക്കാനുള്ള ശ്രമമാണ് സത്യത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതാണ് വേര്. ഇനി രണ്ട് വിശ്വം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വിവേകാനന്ദനോ അല്ലെങ്കിൽ രവീന്ദ്രനാഥ ടാഗോറോ അതുപോലെ മഹാന്മാരായ കവികളോ എഴുത്തുകാരോ അല്ലെങ്കിൽ രാഷ്ട്രീയ ചിന്തകരോ സ്വപ്നം കണ്ട സമത്വപൂർണമായ ഒരു ലോകത്തെ, സാഹോദര്യപൂർണമായ ഒരു ലോകത്തെ അല്ല, മറിച്ച് മൂലധനത്തിന് മേൽക്കോയ്മയുള്ള, ഇന്ന് കൃത്യമായി നമ്മൾ പറയുന്ന സാർവദേശീയതയുടെ എതിർപദം എന്ന അർത്ഥത്തിൽ തിരിച്ചറിയേണ്ട ആഗോളവൽക്കരണം, അത് സാർവദേശീയതയുടെ നിരാകരണമാണ്. സാർവദേശീയതയുടെ നിരാകരണമായ ആഗോളവൽക്കരണത്തെയാണ് വിശ്വം എന്നതിലൂടെ. പിന്നെ മനു വിശദീകരിക്കേണ്ട കാര്യമില്ല. മാനവികതയും മനുവാദവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകില്ല. അതുകൊണ്ടാണ് പുസ്തകങ്ങളെ അഗാധമായി സ്നേഹിച്ച അംബേദ്കർ നമുക്ക് എതിർപ്പുള്ള പുസ്തകങ്ങളെ അതിനോട് ആശയപരമായി എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അതിനെ നാം പരിചരിക്കേണ്ടത് എന്ന കാഴ്ചപ്പാട് പുലർത്തുകയും പുസ്തകങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ചെയ്ത അംബേദ്കർ ഒരേ ഒരു പുസ്തകം കത്തിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് 1927 ഡിസംബർ 25 മനുസ്മൃതിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ മനുസ്മൃതി ഇങ്ങ് എടുത്തിട്ട് തീപ്പെട്ടിക്കൊള്ളി കൊടുത്ത് കത്തിക്കല്ല ചെയ്തത്. അത് വലിയൊരു സെലിബ്രേഷനായിരുന്നു. ഇന്ത്യയിൽ നടന്ന ജനകീയ സംസ്കാരം നിർവഹിച്ച ഏറ്റവും വലിയ ഒരു ആഘോഷമെന്ന അർത്ഥത്തിലാണ് മനുസ്മൃതി ദഹനം അടയാളപ്പെടുത്തപ്പെട്ടത്. വലിയ ആഴത്തിൽ കുഴിയുണ്ടാക്കി ചന്ദനമുട്ടി പാകി അനുഷ്ഠാനപരമായി, റിച്വൽ ഫെയറാണ്, വെറും തീയല്ല, അനുഷ്ഠാനപരമായ അഗ്നി നൽകിയിട്ട് അവസാനം സ്വഹ എന്ന മന്ത്രമൊക്കെ ഉച്ചരിച്ച് മനുസ്മൃതി ദഹനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്ര ആഘോഷമായി നടത്താനുള്ള കാരണം, ഞാൻ ആവർത്തിക്കുന്നു, ഒരു പുസ്തകവും ചുട്ടുകരിക്കപ്പെടരുത് എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ആളാണ് അംബേദ്കർ. എന്നിട്ടും അദ്ദേഹം മനുസ്മൃതി ആഘോഷപൂർവ്വം ആചാരാനുഷ്ഠാനങ്ങളുടെ അകമ്പടിയോടെ ഓർമ്മിക്കേണ്ട കാര്യം, ഈയൊരു സാംസ്കാരിക പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് ഊർജം പകർന്നത് ജന്മം കൊണ്ട് ബ്രാഹ്മണനായ സഹസ്രബുദ്ധ എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനാണ്. ഇത് വെച്ചുകൊണ്ട് ഇന്ത്യയിൽ മറ്റൊരു പുസ്തകത്തെക്കുറിച്ചുള്ള അനുകൂല വായനയോ എതിർ വായനയോ വ്യത്യസ്ത വിശകലനങ്ങളോ വ്യാഖ്യാനങ്ങളോ സാധ്യമല്ല. അതുകൊണ്ട്
ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യ ജീവിതം സാധ്യമാവണമെങ്കിൽ ആ ജനാധിപത്യ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ഭരണഘടന ഇന്ത്യക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണമെങ്കിൽ ജാതി മേൽക്കോയ്മയുടെ ഭരണഘടന എന്ന അർത്ഥത്തിൽ ഇതൊരു പുസ്തകമല്ല, ഇതൊരു അധികാര അടിച്ചേൽപ്പിക്കലിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് അത് ചുട്ടുകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചുട്ടുകരിക്കപ്പെട്ട മനുസ്മൃതിയാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അതിൻ്റെ അവതരണത്തിൻ്റെ വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ മനുസ്മൃതി മുതൽ മാനവികത വരെ ഒരു വിധേനയും പരസ്പരം പൊരുത്തപ്പെടാത്ത രണ്ട് കാര്യങ്ങളെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് തത്വശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ എക്ലക്റ്റിക് പെറുക്കിയെടുക്കൽ വാദം, തങ്ങൾക്ക് സൗകര്യപ്രദമായത് അവിടുന്ന് പെറുക്കിയെടുക്കുക, അതിൽ നിന്ന് എതിരായ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വേറൊരു സാധനം പെറുക്കിയെടുക്കുക, എന്നിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു തത്വദീക്ഷയും കൂടാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയെയാണ് തത്വചിന്തയിൽ പെറുക്കിയെടുക്കൽ വാദം അല്ലെങ്കിൽ എക്ലക്റ്റിസം എന്ന് പറയുന്നത്. ഇങ്ങനെ വളരെ എക്ലക്റ്റിക് തത്വചിന്തയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അതിനെ പ്രതിരോധിക്കണമെങ്കിൽ വലിയൊരു സൂക്ഷ്മത ആവശ്യമുണ്ടായിരിക്കും. അതായത് ഒരു ദാർശനിക സാക്ഷരതയുള്ള ഒരു സമൂഹത്തിന് മാത്രമേ ഈ പെറുക്കിയെടുക്കൽ തത്വചിന്തയെ പ്രതിരോധിക്കാനാവുകയുള്ളൂ. ഇന്ന് ഇന്ത്യൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തിലും കലയിലും സാഹിത്യത്തിലും ശാസ്ത്രത്തിലും എല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ എക്ലക്റ്റിക്കലായുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ട് സാഹിത്യത്തിലായാലും കലയിലായാലും ശാസ്ത്രത്തിലായാലും അവർ നടത്തുന്ന ഈ ഒരു സംഭവത്തെ ഒരു പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ പ്രതിരോധിക്കുക പ്രയാസമായിത്തീരും. കാരണം അംബേദ്കർ, ഭഗത് സിംഗ് ഉൾപ്പെടെ മഹാത്മാഗാന്ധിയെ വരെ തങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാക്കിയിട്ട് ഒരു തരത്തിലുള്ള ഹെജിമോണിക് അപ്രോപ്രിയേഷൻ എല്ലാറ്റിനെയും പിടിച്ചെടുക്കാൻ തങ്ങളുടെ ജനവിരുദ്ധമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് എല്ലാറ്റിനെയും പിടിച്ചെടുക്കുകയും മറ്റു പലതിനെയും എഴുതിത്തള്ളുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ സാംസ്കാരിക ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. കേരളത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത്, കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് കൗബെൽറ്റ് എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ കാണുന്ന ഒരു പുതിയ പ്രവണതയാണ്. സംസ്കാര രൂപീകരണത്തിൽ ഒരു പുതിയ പ്രവണതയെക്കുറിച്ചാണ് ഞാനൊരു വാചകത്തിൽ ചുരുക്കി പറയുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം കേരളം രാഷ്ട്രീയമായിട്ട് പ്രബുദ്ധമാണ്. ഫാസിസത്തെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യക്ക് മാതൃകയാണ്. ഫാസിസ്റ്റുകൾ വെട്ടുമെന്ന് പറയുന്ന ചരിത്രപാഠം ഞങ്ങൾ പഠിപ്പിക്കുമെന്ന് പറയാനുള്ള കരുത്തുള്ളൊരു സർക്കാർ കേരളത്തിലുണ്ട് എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ അഭിമാനമാണ്. പക്ഷേ അതോടൊപ്പം നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ സാംസ്കാരിക പിന്നോക്കാവസ്ഥ നമ്മെ അങ്ങേയറ്റം പരിഭ്രമിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഓരോ ദിവസം കഴിയുന്തോറും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റം. അതായത് സാംസ്കാരിക പ്രഭാഷകർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെയും എൻ്റെയും ജീവിതം കുഴിച്ചു നോക്കിയാൽ ഈ പറഞ്ഞത് പതിരല്ല എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ആത്മവിമർശനത്തിനുള്ള വിനയവും ധീരമായ വിവേകവും ഇത് രണ്ടും നമുക്കുണ്ടാവണം. ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഉത്തരേന്ത്യയേക്കാൾ വലിയ അപകടത്തിലേക്ക് അല്പം വഴുക്കിയാൽ, നമ്മൾ വഴുക്കാതിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൊണ്ടാണ്. അതേസമയം നമ്മുടെ സാംസ്കാരിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് പരിക്കേൽപ്പിക്കുന്ന തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ, വിമർശകൻ എന്ന നിലയിൽ ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആവർത്തനത്തിന് ഒരു പ്രേരണ നൽകിയത്, ആവർത്തനം വളരെ വിരസമാണ് എങ്കിൽ തന്നെയും ഈ ആവർത്തനത്തിന് പ്രേരണ നൽകിയത് എലി വീസൽ എന്ന് പറയുന്ന നോബൽ സമ്മാനം നേടിയ ലോകത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ ഒരു ചെറിയ മെമ്മോയറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ്. നൈറ്റ്, രാത്രി എന്ന പേരിൽ അത് മലയാളത്തിൽ ചിന്താ പബ്ലിക്കേഷൻസ് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അജയ് പി മങ്ങാടാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ കാലത്ത് അനിവാര്യമായും വായിക്കുകയും തെരുവുകളിൽ ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു ചെറിയ പുസ്തകമാണ് എലി വീസലിൻ്റെ. എലി വീസൽ ജന്മം കൊണ്ട് ജൂതനും ഹോളോകാസ്റ്റിൻ്റെ ഇരയുമാണ്. ഹോളോകാസ്റ്റിൻ്റെ ഇരയായ എലി വീസൽ ആ പുസ്തകത്തിൽ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം മൊഷേർ എന്ന് പറയുന്ന, അതായത് തടവുകാർക്കിടയിൽ നിന്ന് തന്നെ തടവുകാരെ സൂക്ഷിക്കാൻ ഒരു മുതിർന്ന തടവുകാരനെ നിയമിക്കുന്ന പതിവുണ്ട്. അയാൾ തീവണ്ടിയിൽ തടവുകാർക്കൊക്കെ പോകുമ്പോൾ ആളിക്കത്തുന്ന ഒരു തീക്കുണ്ടം അദ്ദേഹം
തൊട്ടടുത്തുള്ള കാട്ടിൽ കാണുകയും അവിടെ നിന്ന് കരിഞ്ഞ മനുഷ്യമാംസത്തിൻ്റെ ഗന്ധം അദ്ദേഹം അനുഭവിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം എങ്ങനെയൊക്കെയോ ഈ തീവണ്ടിയിൽ നിന്ന്, നാസി തടവിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നെ അദ്ദേഹം ഓരോ ജൂത വീട്ടിലും കയറിയിട്ട് നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്യമുണ്ട്. ആ വാക്യം, അല്ലയോ ജൂതന്മാരെ, നിങ്ങൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നില്ല. ഇവിടെ മനുഷ്യരെ പച്ചക്ക് തീയിട്ട് ചുട്ടുകൊല്ലുകയാണ്. നിങ്ങളെനിക്ക് പണം തരണ്ട, നിങ്ങളുടെ സഹതാപം എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് വട്ടുപിടിച്ചതായിരിക്കുമെന്നവർ വിചാരിച്ചു, അദ്ദേഹത്തിന് ഉന്മാദമായിരിക്കുമെന്നവർ വിചാരിച്ചു. പക്ഷെ അദ്ദേഹം എല്ലാ വീടുകളിലും കയറി പറഞ്ഞു, മനുഷ്യമാംസത്തിൻ്റെ ഗന്ധം ഞാൻ അനുഭവിക്കുന്നു, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ, മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്നദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ കൃതിയിൽ എലി വീസൽ പങ്കുവെക്കുന്ന രണ്ടാമതൊരു കാര്യമുണ്ട്. നിങ്ങൾ മറക്കരുത്, ഇരകളെ നിങ്ങൾ മറക്കരുത്. അവർ ഇരകളാകുന്നതിനെ തടയാൻ നമുക്കായില്ല. എന്നാൽ ഇരകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ രണ്ടാം വട്ടം കൂടി നമ്മൾ അവരെ ഇരകളാക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കും. ഒന്നാം വട്ടം അവർ ഇരകളായത് നമുക്ക് തടയാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇരകളുടെ ദുരിതം നാം പറയുന്നില്ലെങ്കിൽ നമ്മളവരെ രണ്ടാം വട്ടം ഇരകളാക്കുകയായിരിക്കും. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കായിരിക്കും എന്ന് എലി വീസൽ പറയുന്നുണ്ട്. അതായത് എത്ര ആവർത്തിച്ചാലും അധികമാവാത്ത വിധം ഇന്ത്യൻ അവസ്ഥ, അവിടെയാണ് മലയാളിയുടെ ഒരു പരിമിതി നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കാരണം നമ്മൾ താരതമ്യേന മതനിരപേക്ഷ സംസ്കാരത്തിൻ്റെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും കേരളീയ സമൂഹത്തിൽ വലതുപക്ഷക്കാർക്ക് പോലും മതനിരപേക്ഷ സംസ്കാരം പങ്കുവെക്കാതെ കേരളീയ സമൂഹത്തിൻ്റെ അകത്ത് ജീവിച്ചു പോകാൻ പറ്റില്ല. അതുകൊണ്ട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് തന്നെ നമുക്ക് മതനിരപേക്ഷ സംസ്കാരത്തിൻ്റെ ഒരന്തരീക്ഷമുണ്ട്. അതുകൊണ്ട് നമ്മൾ താരതമ്യേന സുരക്ഷിതരാണ്. അതുകൊണ്ട് ആദിത്യനാഥ് യോഗിയുടെ ഉത്തർപ്രദേശിൽ എന്താണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ മലയാളിക്കത് വേണ്ടത്ര മനസ്സിലാവില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. വളരെ ചെറിയൊരു സമയമാണ്, മറ്റു പ്രഭാഷണങ്ങളും സംവാദങ്ങളും നടക്കണം. അതുകൊണ്ട് ഒറ്റ ഉദാഹരണം പറയാം. ഈ അടുത്ത് ഉത്തർപ്രദേശിൽ നടന്നതും വേണ്ടത്ര അതിൻ്റെ സൂക്ഷ്മതയിൽ നമുക്കിടയിൽ സംവാദമാകാതെ പോയതും മാധ്യമങ്ങളിൽ ആവിധം അവതരിപ്പിക്കപ്പെടാതെ പോയതുമായ ഒരു സംഭവമാണ്. അവിടുത്തെ നേരത്തെ രാഷ്ട്രീയ രംഗത്ത് സജീവമായി പ്രവർത്തിച്ച 5 തവണ MLA-യും 1 തവണ MP-യുമായ ആദിഖ് അഹമ്മദിനെയും അദ്ദേഹത്തിൻ്റെ അനിയനെയും കൈകൾക്ക് വിലങ്ങ് വെച്ച് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വെച്ച് വെടിവെച്ച് കൊന്ന സംഭവം. ആ സംഭവം മാത്രം എടുത്താൽ ആ സംഭവത്തെ നമ്മൾ ഏതിനോടാണ് താരതമ്യപ്പെടുത്തേണ്ടത്? 2023 നടന്ന ഈ സംഭവത്തെ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് 1948 ഇന്ത്യയിൽ നടന്നൊരു സംഭവമായിട്ടാണ്. അങ്ങനെ ഒരു മാധ്യമവും താരതമ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് ഫ്രണ്ട് ലൈൻ ബ്രൂട്ടൽ സ്റ്റേറ്റ് എന്ന പേരിൽ 2 ലക്കം മുമ്പുള്ള ഒരു ലക്കം പുറത്തിറക്കുകയുണ്ടായി. ഞാൻ കണ്ടിടത്തോളം ഫ്രണ്ട് ലൈൻ മാത്രമാണ് ഇതിൻ്റെ ഒരു ഭീകരത. ഈ മനുഷ്യരെ അവരാരോ ആവട്ടെ, അവർ കുറ്റവാളികളാണോ, അവർ കൊലയാളികളാണോ എന്നൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതൊക്കെ എന്താവട്ടെ, ഒരു പ്രതിയുടെ കൈ വിലങ്ങ് വെച്ചാൽ ആ പ്രതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം സുരക്ഷിതം പോലീസിനാണ്, സർക്കാരിനാണ്. അങ്ങനെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ കൊല ആഘോഷിക്കപ്പെടുകയും അത് ഡിവൈൻ ജസ്റ്റിസ് എന്നാണ് മന്ത്രി പറഞ്ഞത്. ഉത്തർപ്രദേശിലെ മന്ത്രി പറഞ്ഞു, ഇത് ദൈവീകമായ നീതിയാണ്. നിസ്സഹായനായ ഒരാളെ 2 കൈയിൽ വിലങ്ങ് വെച്ചിട്ട് വെടിവെച്ച് വീഴ്ത്തുന്നത് ദൈവീക നീതിയാണ് എന്ന് പ്രഖ്യാപിക്കുകയും അത് ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ 1948 ജനുവരി 30 മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പോൾ നമുക്കറിയാം, മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ രോഷാകുലരായ ജനത ആദ്യം ഇടിച്ചു കയറിയത് സവർക്കർ സദൻ എന്ന് പറയുന്ന ദാദറിലെ സവർക്കറുടെ വീട്ടിലേക്കായിരുന്നു. സവർക്കറുടെ വീട്ടിലേക്കാണ് അവർ ഇടിച്ചു കയറിയത്. സവർക്കർ സദൻ ഇന്ത്യ ചരിത്രത്തിൽ വലിയ കോളിളക്കങ്ങൾക്ക് വേദിയൊരുക്കിയ വിധ്വംസക ചിന്തയുടെ, പ്രതിലോമ ചിന്തയുടെ
വലതുപക്ഷവൽക്കരണത്തിൻ്റെ ഇന്ത്യൻ ഫാസത്തിൻ്റെ ഹെഡ് ഓഫീസായി പ്രവർത്തിച്ച മഹാത്മാഗാന്ധിയുടെ വധത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ മാസ്റ്റർ ബ്രെയിനായി പ്രവർത്തിച്ച സവർക്കർ, അത് ഇന്ത്യൻ ജനതക്കറിയുമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ജനത സവർക്കർ സദനിലേക്ക് ഇടിച്ചു കയറേണ്ടായി. പക്ഷേ സവർക്കറുടെ ശരീരത്തിന് ഒരു പോറലും നിൽക്കാതെ അദ്ദേഹത്തെ രാഷ്ട്രം സംരക്ഷിച്ചു, പോലീസ് സംരക്ഷിച്ചു, സൈന്യം സംരക്ഷിച്ചു. ഇന്ത്യൻ ഭരണകൂടം ജനാധിപത്യത്തിൻ്റെ അഭിവാദ്യം അർഹിക്കുന്നു സവർക്കറെ രക്ഷിച്ചതിന്. കാരണം സവർക്കറെ ശിക്ഷിക്കേണ്ടത് ഭ്രാന്ത് പിടിച്ച വികാര നിർഭരമായൊരു ജനക്കൂട്ടമല്ല. അതാണ് ഒരു രാഷ്ട്രവ്യവസ്ഥ, അതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തം രാജ്യത്തിലെ രാഷ്ട്രപിതാവിൻ്റെ വധത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച സവർക്കറെ രോഷാകുലരായ ജനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യൻ സ്റ്റേറ്റിന് കഴിഞ്ഞു. എന്നാൽ അതേ ഇന്ത്യൻ സ്റ്റേറ്റ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രതിരോധത്തിൽ വലിയ വർധനവുണ്ടായ ഒരു കാലത്ത് ആശുപത്രിയിലേക്ക് ചെക്കപ്പിന് കൊണ്ടുപോകുന്ന 2 പ്രതികളെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു പരുവത്തിലെത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്താണ് എന്നാലോചിച്ചാൽ മലയാളിക്ക് മനസ്സിലാവില്ല. ഉത്തരേന്ത്യയിൽ, ഉത്തർപ്രദേശിൽ, ബീഹാറിൽ, ഗുജറാത്തിൽ, രാജസ്ഥാനിൽ, ജാർഖണ്ഡിൽ, കാശ്മീരിൽ, ആസാമിൽ, മണിപ്പൂരിൽ ഒക്കെ എന്താണ് നടക്കുന്നത്? മേരിക്കോയ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. മേരിക്കോയ് നിലവിളിക്കുന്നത് മൈ സ്റ്റേറ്റ് ഈസ് ബേണിംഗ്, കൈൻഡ്ലി ഹെൽപ്പ് അസ്. ഞങ്ങൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കൂ. ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല. കാരണം ജനാധിപത്യ മതനിരപേക്ഷതയുടെ ഒരന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് ഇതൊക്കെ ആളുകൾ ഇങ്ങനെ വിവരിച്ച് പറയുമ്പോൾ, ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ, ഒഡീസയെക്കുറിച്ച് പറയുമ്പോൾ, ഗ്രഹാം സ്റ്റെയിൻസ് വാർത്തയെക്കുറിച്ച് പറയുമ്പോൾ, കാശ്മീരിലെ ജനതയെക്കുറിച്ച് പറയുമ്പോൾ, പെല്ലറ്റ് വേട്ടയെക്കുറിച്ച് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞ മൊഷായൻ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ, എനിക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട, നിങ്ങളുടെ പണം വേണ്ട, നിങ്ങളുടെ പിന്തുണ വേണ്ട, പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വട്ടാണെന്ന് വിചാരിച്ച ആ 30കളുടെ ജർമ്മനിയിലെ പീഡിതരായ ആ ജൂത സമൂഹത്തിൽപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്ക് വേറൊരു തരത്തിൽ, ചരിത്രം ഒരിക്കലും അതേപോലെ ആവർത്തിക്കില്ലല്ലോ, വേറൊരു തരത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഫാസിസ്റ്റുകളല്ലാത്ത ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കാവുന്ന തരത്തിൽ ഒരു പുതിയ പൊളിറ്റിക്കൽ കാറ്റഗറി, ഒരു രാഷ്ട്രീയ സംവർഗം ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. ഫാസിസ്റ്റുകളല്ലാത്ത ഫാസിസ്റ്റുകൾ അങ്ങനെ പറയാൻ കാരണം, ഉത്തരേന്ത്യയിലാണെങ്കിൽ അവിടെ ഫാസിസ്റ്റ് ആരാണ്, ഫാസിസ്റ്റ് വിരുദ്ധരാരാണ് എന്ന് എളുപ്പം വേർതിരിക്കാൻ പറ്റും. ശത്രുവിനും മിത്രത്തിനുമിടയിൽ കൃത്യം അതിർത്തി നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ചും കേരളത്തിലെ മധ്യവർഗ മലയാളി സമൂഹത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നൊരു പ്രവണത, രാഷ്ട്രീയമായി അവർ ഫാസിസത്തിനെതിരാണ്, അതിലവർ വെള്ളം ചേർക്കില്ല. എന്നാൽ സാംസ്കാരിക വിശകലനത്തിൻ്റെ ഒരു വഴിയിലേക്ക് കടക്കുമ്പോൾ അവർ കാണുന്ന സിനിമ, അവർ കാണിക്കുന്ന പുസ്തകം, അവർ പങ്കുവെക്കുന്ന അഭിപ്രായം, അവർ പുലർത്തുന്ന ജീവിതം, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ അത് ഫാസിസ്റ്റ് സംസ്കാരവുമായി പലതരത്തിലും പൊരുത്തപ്പെട്ടു പോകുന്നതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. നിരവധി ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാവുന്ന ഒരു കാര്യമാണിത്. പക്ഷേ ഞാൻ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് കെട്ടിടം, അവിടെ നടന്ന അശ്ലീലം, ജാതി മേൽക്കോയ്മയാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വച്ചത്, നമ്മുടെ സംസ്കാര രൂപീകരണത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പും ഇന്നും ജാതി മേൽക്കോയ്മയാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിലെ ഘട്ടവിഭജനം, പീരിയഡൈസേഷൻ, ഈ പീരിയഡൈസേഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ജെയിംസ് മില്ലിൻ്റെ ഘട്ടവിഭജനമുണ്ട്. ജെയിംസ് മില്ലിൻ്റെ ഘട്ടവിഭജനം വളരെ കുപ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത് ഹിന്ദു കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, ബ്രിട്ടീഷ് കാലഘട്ടം. അതിനെതിരെ മതനിരപേക്ഷ ചരിത്ര പ്രതിഭകളുടെ ഒരു ഘട്ടവിഭജനമുണ്ട്. പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. അംബേദ്കറുടെ ഒരു ഘട്ടവിഭജനമുണ്ട്. ബുദ്ധകാലം, ബ്രാഹ്മണകാലം, ബുദ്ധകാലം, ഹിന്ദുകാലം. ഞാൻ ചരിത്രത്തിലെ 3 വ്യത്യസ്ത ഘട്ടവിഭജനം, പീരിയഡൈസേഷനെ കുറിച്ചാണ്, ഈ 3 പീരിയഡൈസേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞത്.
നാലാമതൊരു പീരിയഡൈസേഷൻ ഇന്ന് സംസ്കാരത്തെക്കുറിച്ചുള്ള ആലോചനയ്ക്ക് ആവശ്യമുണ്ട് എന്ന് വ്യക്തമാക്കാനാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഇതൊക്കെ പലതവണ ആവർത്തിക്കപ്പെട്ടതാണ്. ജെയിംസ് മിൽ എങ്ങനെയാണ് ഇന്ത്യൻ ജനതയെ വർഗീയമായി വിഭജിക്കാൻ വേണ്ടി നമ്മുടെ ചരിത്രത്തെ ഹിന്ദു കാലഘട്ടം, മുസ്ലിം കാലഘട്ടം, പിന്നെ ക്രൈസ്തവ കാലഘട്ടം എന്നല്ല, ബ്രിട്ടീഷ് കാലഘട്ടം, ഇത് ജെയിംസ് മില്ല്. അതിനോട് നമ്മൾ പ്രതിരോധിച്ചത് പ്രാചീനകാലം, മധ്യകാലം, ആധുനിക കാലം. പിന്നെ അംബേദ്കർ മുന്നോട്ട് വച്ചത് ബ്രാഹ്മണിക് കാലം, ബുദ്ധകാലം, ഹിന്ദു കാലം. ഇനി ഞാൻ മുന്നോട്ട് വെക്കുന്ന നാലാമത്തെ വിഭജനം, ഞാൻ മുന്നോട്ട് വെക്കുന്നതെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക രൂപീകരണത്തിൻ്റെ ചരിത്രപരമായ അടിത്തറ അടയാളപ്പെടുത്താൻ സഹായകമെന്ന് ഞാൻ കരുതുന്നത് അംബേദ്കർ പറഞ്ഞതും നെഹ്റുവും ആധുനിക ചരിത്രകാരന്മാർ പറഞ്ഞതും വർത്തമാനകാല ഇന്ത്യൻ നവഫാസിസ്റ്റ് പശ്ചാത്തലത്തിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതും, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അംബേദ്കർ ചൂണ്ടിക്കാണിച്ച പോലെ ബ്രാഹ്മണിക് കാലഘട്ടം, അതിനോട് എതിരിട്ട് കൊണ്ടുവന്ന ബുദ്ധ കാലഘട്ടം, പിന്നെ നമുക്കറിയാവുന്ന ബ്രിട്ടീഷ് കാലഘട്ടം. ബ്രിട്ടീഷ് കാലഘട്ടത്തെപ്പറ്റി പറയുമ്പോൾ ബ്രിട്ടീഷ് ജാതി കാലഘട്ടം എന്ന് വിളിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നാലാമത്തേത് സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ജനാധിപത്യ ജാതി കാലഘട്ടം. അഞ്ചാമത്തേത് 2014 മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന 2023 വരെയുള്ള കാലത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ഇനിയുള്ള ഭാവിയെ കൂടി ഉൾച്ചേർത്തുകൊണ്ടും മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് ജാതി മേൽക്കോയ്മയും കോർപ്പറേറ്റ് മൂലധനവും കൂടിച്ചേർന്ന, എല്ലാ രാഷ്ട്രീയ വിശകലനങ്ങളിലും നമ്മൾ അനിവാര്യമായി ആവർത്തിക്കേണ്ട, ഞാൻ എല്ലായ്പ്പോഴും സ്വീകരിക്കാറുള്ളത് മീരാനന്ദയുടെ വളരെ ഹ്രസ്വമെങ്കിലും സൂക്ഷ്മമായ പ്രയോഗമാണ്. മീരാനന്ദ നടത്തിയ പ്രയോഗം സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സ് എന്നൊരു പ്രയോഗമാണ്. ഇതാണ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിനെ കൃത്യം അടയാളപ്പെടുത്താതെ നമുക്ക് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന സംസ്കാരത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇതെന്ത് സ്റ്റേറ്റാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. വിലങ്ങ് വെച്ച പ്രതികളെ രക്ഷിക്കാത്ത, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന, പാർലമെൻ്ററി ജനാധിപത്യത്തെ ജാതി മേൽക്കോയ്മയുടെ അശ്ലീല പ്രദർശന വേദിയാക്കി മാറ്റുന്ന, അതുകൊണ്ട് തന്നെ ഇത് വെറും ഭരണകൂടം എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു ഭീകര ഭരണകൂടമാണ്. ആ ഭീകരതയെക്കുറിച്ചുള്ള നമ്മുടെ പൊതുബോധമുണ്ട്. നമ്മുടെ സംസ്കാരത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സംസ്കാരത്തിൽ മേൽക്കോയ്മ സ്ഥാപിച്ച പൊതുബോധം പൊതുജനങ്ങളുടെ ബോധമല്ല, അത് പൊതുബോധവുമല്ല, അത് ജാതി മേൽക്കോയ്മ ബോധമാണ്. ജാതി മേൽക്കോയ്മ ബോധത്തിന് സാമാന്യബോധം നൽകുന്ന പേരാണ് പൊതുബോധം എന്ന് പറയുന്നത്. കാരണം നമുക്ക് RSS ഭീകര സംഘടനയല്ല. ഭീകര സംഘടനയ്ക്കെതിരെ പ്രതിരോധിക്കുന്ന ഒരു സംഘടനയായിട്ടാണ് RSSനെ കാണുന്നത്. എന്നാൽ ഫാസിസത്തെക്കുറിച്ചുള്ള ദിമിത്രോവിൻ്റെ ശ്രദ്ധേയമായ പ്രബന്ധത്തിലൂടെ കടന്നുപോയാലും ഇന്ത്യൻ ഫാസിസത്തെക്കുറിച്ചുള്ള പഠനങ്ങളിലൂടെ കടന്നുപോയാലും ഒരു കാര്യം ഉറപ്പാണ്, ഫാസിസ്റ്റുകളാണ് ഏറ്റവും ഭീകരമായ ഭീകര സംഘടന. സാഫ്രൺ ഫാസിസം എന്ന പുസ്തകത്തിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഞാൻ ആവർത്തിക്കാം. ഇൻ ഫാക്ട് RSS ഈസ് ദി മദർ ഓഫ് ടെററിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ ഭീകരതകളുടെയും മദർ, അതിൻ്റെ മാതൃസ്രോതസ് എന്ന് പറയുന്നത് RSS ആണ്. സാഫ്രൺ ഫാസിസം എന്ന പുസ്തകത്തിലെയാണ് ഈ വാചകം. സഖാവ് ദിമിത്രോവ് പറയുന്നുണ്ട്, ഇത് കർഷകർക്കും തൊഴിലാളികൾക്കും ബുദ്ധിജീവികൾക്കും എതിരായ ഭീകര സംഘടനയാണ്. പക്ഷേ നമ്മുടെ പൊതുബോധത്തിൽ ഇത് ഭീകര സംഘടനയല്ല. ഞാൻ ഇത്രയും സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഫാസിസ്റ്റുകളല്ലാത്ത ഫാസിസ്റ്റുകൾ എന്നത് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ വിദ്യാലയത്തെക്കുറിച്ച് നമ്മൾ സരസ്വതി ദേവാലയം എന്ന് പറയുന്നു. വളരെ നിരുപദ്രവകരമായൊരു പ്രയോഗമായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ വിദ്യാലയത്തെ സരസ്വതി ദേവാലയം, സരസ്വതി വിദ്യാമന്ദിർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന് ബദലായിട്ട് ഇന്ത്യൻ ഫാസിസ്റ്റുകൾ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ച വിദ്യാലയ സമ്പ്രദായമാണ് സരസ്വതി വിദ്യാമന്ദിർ എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മുടെ വിദ്യാലയമാണ്. അവിടെ നടക്കുന്നത് വിദ്യാദാനമല്ല, മറിച്ച് വിദ്യാഭ്യാസമാണ്.
അത് ഗുരുകുലമല്ല. ഇത് അടിസ്ഥാനപരമായി വ്യത്യാസമുണ്ട്. എന്നാൽ ഇത് സരസ്വതി ദേവാലയമാണ്, ഇവിടെ താലിബാനിസം അനുവദിക്കില്ല എന്ന് കേൾക്കുമ്പോൾ രണ്ടാമത്തതിനോട് നമുക്ക് വളരെയേറെ ഐക്യപ്പെടാൻ പറ്റും. പക്ഷേ ഒന്നാമത്തേതിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ രണ്ടാമത്തെ പ്രയോഗമെന്ന് നമുക്ക് വേണ്ട വിധം തിരിച്ചറിയാൻ കഴിയില്ല. അവിടെയാണ് നമ്മുടെ പൊതുബോധത്തിൽ വരുന്ന വലിയ അട്ടിമറികൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ പത്രത്തിലൊക്കെ വരുന്ന പല രീതിയിൽ വരുന്നതാണ്, വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. യോഗ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വലിയ സംവാദം നടന്നതും അതിൻ്റെ എല്ലാ അവകാശവാദങ്ങളും ഇന്ത്യയിൽ പൊളിഞ്ഞു പോയതുമാണ്. യോഗയുടെ വലിയ സിദ്ധിയായിട്ട് പറയുന്ന അഷ്ടസിദ്ധികളുണ്ട്. അഷ്ടസിദ്ധിയിൽ അണിമയുണ്ട്, ലഘിമയുണ്ട്, ഗരിമയുണ്ട്, മഹിമയുണ്ട്, പ്രാപ്തിയുണ്ട്, പ്രകാമ്യുണ്ട്, ഈശത്വമുണ്ട്, വശിത്വമുണ്ട്. 8 സിദ്ധികളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അണിമ എന്ന് പറഞ്ഞാൽ യോഗിക്ക് കടുകുമണി പോലെ ചെറുതാവാൻ പറ്റും. മഹിമ എന്ന് പറഞ്ഞാൽ പർവ്വതം പോലെ വലുതാവാൻ പറ്റും. ഗരിമ എന്ന് പറഞ്ഞാൽ വലിയ ഭാരം കൂടാൻ പറ്റും. ലഘിമ എന്ന് പറഞ്ഞാൽ ഭാരം കുറയാൻ പറ്റും. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റും. വായുവിൽ പറക്കാൻ പറ്റും. 70കളിലൊക്കെ ഇന്ത്യയിൽ യോഗാഭ്യാസത്തെക്കുറിച്ചുണ്ടായിരുന്ന ഇതൊക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അവരൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. നടന്ന ആളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. പറക്കുന്ന ആൾ വീണ്ടും കാല് പൊട്ടിയിട്ടുണ്ട്. അതൊക്കെ വേറെ വിഷയം. അങ്ങനെ അവസാനിച്ചു പോയ ഒന്നാണിത്. ഇങ്ങനെ അഷ്ടസിദ്ധികളും യോഗയെക്കുറിച്ചുള്ള അത്ഭുതങ്ങളും ഒക്കെ അവസാനിച്ചു പോയിട്ട് ഇന്ന് കേരളത്തിലും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലും യോഗാ ദിനം, സാർവദേശീയ യോഗാ ദിനം. സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല, നവോത്ഥാന പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല, തൊഴിലാളി പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിനെ സാർവദേശീയ ദിനമാക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നിട്ട് അത് സാർവദേശീയ ദിനമായി. ഇത് ആരുടെ വിജയമാണ്? ജനാധിപത്യത്തിൻ്റെ വിജയമാണോ? അല്ല, ജാതി മേൽക്കോയ്മയുടെ വിജയമാണ്. ആ വിജയമാണ് ഇന്ന് കേരളത്തിൽ. നേരത്തെ ബിന്ദു ടീച്ചർ പറഞ്ഞു, ഗർഭിണികൾ അവർ പ്രത്യേക തരത്തിലുള്ള യോഗാഭ്യാസം ചെയ്യണം, മാംസാഹാരം ഉപേക്ഷിക്കണം, പിന്നെ ചില ശ്ലോകങ്ങൾ ആവർത്തിക്കണം. ഇങ്ങനെ ചെയ്താൽ നീളമുള്ള വെളുത്ത ബുദ്ധിയുള്ള കുട്ടികളുണ്ടാകും എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ ചിരിക്കും. ഇപ്പോഴൊക്കെ ചിലരിവിടെ ചെറുതായിട്ട് ഇതെന്തോ ഒരു കോമഡിയാണെന്ന് വിചാരിച്ച് ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യോഗക്ക് സാർവദേശീയ ദിനമായി മാറാൻ കഴിഞ്ഞെങ്കിൽ ആരും ആവശ്യപ്പെടാതെ, അതും ഏത് ദിവസം? ജൂൺ 21 സാർവദേശീയ മാനവിക ദിനം, ഹ്യൂമനിസ്റ്റ് ഡേ ആണ് അട്ടിമറിക്കപ്പെട്ടത്. നമുക്കൊരു ഉത്കണ്ഠയില്ല. നമ്മൾ അതിൻ്റെ ഭാഗമായി മാറുക. ഞാൻ വ്യക്തിപരമായി പറയുന്നത്, അർദ്ധപത്മാസനത്തിലോ പത്മാസനത്തിലോ ശീർഷാസനത്തിലോ കുക്കുടാസനം അങ്ങനെ ഏതെങ്കിലും കാര്യം കാലുളുക്കിയിട്ടോ മുട്ട് മടങ്ങിയിട്ടോ അല്ലെങ്കിൽ മാനസിക സംഘർഷം ഉണ്ടായിട്ടോ ഏതെങ്കിലും വ്യക്തികളോ ഗ്രൂപ്പുകളോ ചെയ്യുന്നതിനോ ചെയ്യാതിരിക്കുന്നതിനോ അനുകൂലമോ എതിരോ ആയ പ്രസ്താവന എന്ന അർത്ഥത്തിലല്ല ഇത് നടത്തുന്നത്. മറിച്ച് എങ്ങനെയാണ് ജാതി മേൽക്കോയ്മ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ അധ്വാനത്തെ, നമുക്കറിയാം, ഒരു മരം മുറിക്കുന്ന സമയത്ത് അവരുടെ ഒരു പോസുണ്ട്, ആ ചുവടുറപ്പുള്ളൊരു നിപ്പുണ്ട്. ഇങ്ങനെ മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെ രൂപപ്പെട്ട പലതരത്തിലുള്ള നിൽപ്പുകൾ, ഉറച്ചുള്ള നിൽപ്പുകൾ, ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യം, വളയ്ക്കാനും തിരിക്കാനും അധ്വാന പ്രവർത്തനത്തിനിടയിൽ മനുഷ്യരാർജിച്ച ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യം, ആ ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് മറ്റൊരു തരത്തിൽ സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ രൂപപ്പെടുത്തിയെടുത്തത്. അതുകൊണ്ട് അഭ്യാസം എന്നുള്ള നിലക്ക് ആളുകൾ ചെയ്യാതിരിക്കാം. പക്ഷേ ഞാൻ സൂചിപ്പിക്കുന്നത്, ലോകം മുഴുവൻ ഒരു പ്രത്യേക ദിവസം പ്രദർശനപരമായി ഇത് നടത്താൻ ഏത് സംഘടന എപ്പോൾ ആവശ്യപ്പെട്ടു? അവിടെയാണ് ഇന്ത്യൻ ഫാസിസത്തിൻ്റെ വിജയം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ അപ്പം മെയ് ദിനത്തിൻ്റെ അവസ്ഥ എന്താണ്? ലോകത്തെങ്ങുമുള്ള തൊഴിലെടുക്കുന്ന മനുഷ്യരുടെ ആത്മാഭിമാനം ആകാശത്തോളം ഉയർത്തിപ്പിടിച്ച, എല്ലാ സങ്കുചിതത്തിനും അപ്പുറത്ത് മനുഷ്യൻ്റെ അധ്വാനത്തെ അഭിവാദ്യം ചെയ്ത മെയ് ദിനം മെലിയുകയും, അതേസമയം ആരും ആവശ്യപ്പെടാതെ ലോകദിനമായി മാറിയ യോഗ അങ്ങനെ തടിച്ച് കൊഴുക്കുകയും അതിങ്ങനെ പതുക്കെ പതുക്കെ നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് വരെ പല രീതിയിൽ ഇറങ്ങി വരികയും അത് വലിയൊരു സംവാദം പോലും ആകാതെ പോവുകയും, ഓർമ്മിക്കുക, വലിയ സംവാദമാവുകയും ഇത് പൊളിക്കുകയും ചെയ്തതാണ്. ഇതിൻ്റെ ഓരോ സിദ്ധികളെക്കുറിച്ചുള്ള അവകാശവാദത്തെയും പൊളിച്ചതാണ്, പൊളിച്ചടുക്കി കൈ കൊടുത്തതാണ്. പിന്നെ ഒരു യോഗിയും വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാമെന്ന് പറഞ്ഞിട്ടില്ല.
പിന്നൊരു യോഗിയും ആകാശത്തൂടെ പറക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അവസാനിച്ചു പോയ ഒന്ന് കുഴിമാടത്തിൽ നിന്ന് അതിനെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നത് ആരാണ്, എന്തിനാണ്? ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം നമ്മുടെ സംസ്കാരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംവാദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിലെ ഗ്രാമർ തെറ്റിപ്പോയി. ഇംഗ്ലീഷിലെ ഗ്രാമർ തെറ്റിയതിനെക്കുറിച്ച് AKGയുടെ വളരെ പ്രസിദ്ധമായുള്ളൊരു പ്രയോഗമുണ്ട്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, മദ്രാസിൽ ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്, വിലക്കയറ്റത്തെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അപ്പം മുരിങ്ങാക്കോലിൻ്റെ ഇംഗ്ലീഷ് പെട്ടെന്ന് അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈവൻ മുരിങ്ങാക്കോൽ ബിക്കം വെരി കോസ്റ്റ്ലി എന്ന് പറഞ്ഞു. ആൾക്കാർക്കൊക്കെ മനസ്സിലായി അത്രേ വേണ്ട ഒരു പ്രഭാഷണത്തിൽ, ഒരു പറച്ചിലിൽ. അദ്ദേഹം കോടതിയിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു അയ്യർ, അദ്ദേഹം മഹാ ഇംഗ്ലീഷ് പണ്ഡിതനാണ്, അദ്ദേഹം ജഡ്ജിനോട് പരാതിപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷാണ് സഹിച്ചുകൂടാത്തത്. അത് AKG കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, ഇറ്റ് ഈസ് നോട്ട് യുവർ പുളിഞ്ചാറ് കൂടിയൻ ഇംഗ്ലീഷ് എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് വാക്യം ആൾക്കാർക്കൊക്കെ കാര്യം മനസ്സിലായിണ്ടാവും, എന്നാലും എവിടെയെങ്കിലും ഒരു വാക്യത്തിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ അത് 4 ദിവസത്തെ ചർച്ചയ്ക്കുള്ള വിഭവമായി മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ജീവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങളെ വളരെ ഉപരിതലത്തിലേക്ക്. ഇത് ഇംഗ്ലീഷ് ഭാഷാ പാണ്ഡിത്യ മത്സരമൊന്നുമല്ലല്ലോ. ഇംഗ്ലീഷ് ഭാഷാ പാണ്ഡിത്യ മത്സരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വ്യാകരണ പിശകെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടാവുന്നതാണ്. ഇപ്പോൾ പ്രശ്നം വ്യാകരണമൊന്നുമല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ അർദ്ധപത്മാസനത്തിലോ പത്മാസനത്തിലോ ഇരുന്നിട്ട് ഇങ്ങനെ വ്യാകരണ കാര്യങ്ങളും അതുപോലുള്ള ജീവിതഗന്ധിയല്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ കൂടിയായി കഴിഞ്ഞുകൂടുകയാണെങ്കിൽ അതാണ് സംസ്കാര സമ്പന്നമായ ജീവിതം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഞാൻ തുടങ്ങിയിടത്ത് വെച്ച് തന്നെയാണ്, ജാതി മേൽക്കോയ്മയുടെ ഏറ്റവും വലിയ അന്ധവിശ്വാസമായി ജാതി ഇന്ത്യയിൽ അടയാളപ്പെടുത്തപ്പെടണം എന്ന് പറയുന്നതിൻ്റെ നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഒരു ഉദാഹരണം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. മലാല യൂസുഫ്സായി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പരിചിതമാണ്. മലാല യൂസുഫ്സായിയെ പരിചയമില്ലാത്ത ഒരാളും ഈ സദസ്സിൽ ഇപ്പോൾ ഇരിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം താലിബാൻ എന്ന ഭീകര സംഘടന സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ നടത്തിയ പ്രചാരണവും അതിൻ്റെ ആക്രമണത്തിൻ്റെയും ഇരയായി മലാല ലോകത്തിൻ്റെ ഐക്കണായി നോബൽ സമ്മാനം നേടി ഇന്ന് കുട്ടികൾ മലാലയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ താലിബാൻ ആക്രമണത്തിൽ പരിക്കേറ്റ മലാലയെക്കുറിച്ച് ഇന്ന് ലോകം പഠിക്കുകയാണ്. അത് 2012 എന്നാൽ അതിനൊരു 6 കൊല്ലം മുമ്പ് മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിനടുത്തുള്ള കൈർലാഞ്ചി ഗ്രാമത്തിൽ കൈർലാഞ്ചി മസാക്കർ എന്ന പേരിൽ ലോകം ഞെട്ടിപ്പോയ സുരേഖ് ബോധുമാങ്കയെയും അവരുടെ മക്കളെയും ക്രൂരമാംവിധം നഗ്നമായി പരേഡ് നടത്തുകയും ബലാത്സംഗം, മക്കളെ കൊണ്ട് അമ്മയെ ബലാത്സംഗം ചെയ്യിക്കാൻ ശ്രമിക്കുകയും അവരുടെ ലൈംഗികാവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറിക്കുകയും ക്രൂരതയുടെ അങ്ങേയറ്റമായ സംഭവം, ലോകം നടുങ്ങിപ്പോയ സംഭവം. സുരേഖ് ബോധുമാങ്ക കുടുംബത്തിലെ ഒരംഗം, അവർ ജാതിത്തൊഴിൽ തള്ളി കൃഷി ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ആത്മബോധമുള്ള ഒരു അംബേദ്കറിസ്റ്റായിരുന്നു അവർ ജാതി മേൽക്കോയ്മക്കെതിരെ പൊരുതി തൻ്റെ കുലത്തൊഴിൽ എന്ന് ജാതി മേൽക്കോയ്മ തീരുമാനിച്ചത് മാറ്റി തനിക്കിഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ ഇന്ത്യൻ യുവതിയുടെ പേരാണ് സുരേഖ ബോധുമാങ്കെ. ആ സുരേഖ ബോധുമാങ്കയ്ക്കും മക്കൾക്കും ഇന്ത്യയിലുണ്ടായ അനുഭവം എത്രയോ പ്രഭാഷണത്തിൽ ആനന്ദ് തന്തുൽത്തെ അതേക്കുറിച്ച് പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് റിപ്പബ്ലിക് എന്ന പുസ്തകത്തിൽ ഇതേക്കുറിച്ചൊരു അധ്യായം തന്നെയുണ്ട്. മറ്റു പുസ്തകങ്ങളിലും ഈ കാര്യം എഴുതിയിട്ടുണ്ട്. നമുക്കറിയില്ല. ഇതേക്കുറിച്ച് അരുന്ധതി റോയുടെ ഒരു കമൻ്റ് ഉണ്ട്. ആ കമൻ്റ് ഇതാണ്: നിങ്ങൾക്ക് മലാല യൂസുഫ്സായിയെ പറ്റി അറിയുകയും എന്നാൽ സുരേഖ് ബോധുമാങ്കയെ പറ്റി അറിയുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അനിവാര്യമായും അംബേദ്കർ വായിക്കണം. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നിങ്ങൾ മലാല യൂസുഫ്സായിയെ അറിയുകയും എന്നാൽ സുരേഖ് ബോധുമാങ്കയെ പറ്റി അറിയുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അനിവാര്യമായും അംബേദ്കർ വായിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീകരതയുടെ ഇതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതിൻ്റെ കൂടുതൽ ഭീകരതയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്ക്.
നമ്മൾ ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസം ഇതൊക്കെ നമുക്ക് ആവേശം നൽകുന്ന ആശയമാണ്. പക്ഷെ അതേ സമയം തന്നെ ജാതിയുടെ സങ്കുചിത ലോകം മുറിച്ച് കടന്ന് നമുക്ക് ഐക്യത്തിൻ്റെ ഒരന്തരീക്ഷത്തിലേക്ക് പൂർണ്ണമായി വളരാൻ കഴിഞ്ഞിട്ടുണ്ടോ? CS രാജേഷിൻ്റെ ഒരു കവിത പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. മുമ്പ് വായിച്ച കവിതയാണ്, മുദ്രാവാക്യം എന്നാണ് കവിതയുടെ പേര്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള കവിതയാണ്. ഞങ്ങളിലില്ല ജാതി മതങ്ങളെന്ന് തൊണ്ടപൊട്ടുമാറ് ഉച്ചത്തിൽ വിളിച്ചു കൊടുക്കുമ്പോഴാണ് കുട്ടപ്പൻ സഖാവിൻ്റെ കൊച്ചുമോൻ്റെ കൂടെ നവ്യാമോളെ ഇടവഴിയിൽ കാണാറുള്ള കാര്യം കുറുപ്പ് ചേട്ടൻ ചെവിയിൽ പറയുന്നത്. ചുമ്മാതല്ല, ഈയിടെയായി കുട്ടപ്പന് ഈ ഭാഗം ഏറ്റുവിളിക്കാൻ ഇത്ര ആവേശം. ഇനി എൻ്റെ പട്ടി വിളിച്ചു കൊടുക്കും ആ പോക്രിത്തരം എന്ന് CS രാജേഷിൻ്റെ ഒരു കവിതയുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ നമ്മൾ വളരെ മുന്നിലാണ്. ഒരു മതനിരപേക്ഷ സംസ്കാരം നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ മതനിരപേക്ഷതയിൽ മറ്റുള്ളവർ കൈവെക്കരുത് എന്ന് നാം നിർബന്ധമായും വിചാരിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ഥലത്തെയാണ് CS രാജേഷിൻ്റെ കവിത അടയാളപ്പെടുത്തിയത്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. കേരളം പ്രതിരോധത്തിൻ്റെ കോട്ടയാണ്, ഫാസിസ്റ്റുകളുടെ പേടി സ്വപ്നമാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ സാംസ്കാരികമായി നമ്മൾ പങ്കുവെക്കുന്ന അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ പറയാൻ പറ്റും. അങ്ങനെ ആലോചിച്ചാൽ സാംസ്കാരികമായി നമ്മൾ പിന്നിലാണ്. ഈ സാംസ്കാരിക പിന്നോക്കാവസ്ഥയും രാഷ്ട്രീയ മുന്നോക്കാവസ്ഥയും ഒരു പരിധി വരെ പൊരുത്തപ്പെട്ടു പോകും. ആ പരിധി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പിളരും. അങ്ങനെ പൊട്ടിപ്പിളരുമ്പോൾ ഞാൻ പറഞ്ഞ ഫാസിസ്റ്റുകളല്ലാത്ത ഫാസിസ്റ്റുകൾ ഒരുപക്ഷെ ഫാസിസ്റ്റുകൾ മാത്രമായി മാറിപ്പോയാൽ അവരെയോ നമ്മളെയോ അപ്പോൾ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്ന് ഇപ്പോൾ അമർത്തി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.